Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ വളരെ ബാഡ് ആയിരിക്കാം, വളരെ മോശമായിരിക്കാം. എന്നാൽ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന വലിയ പദവിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. In your life, the current situation you are in may be very bad and sad. But what I'm going to tell you now is that God is going to shift you into a better situation. Ruth's loyalty, a love story of redemption. റൂത്തിന്റെ വിശ്വസ്തത ഒരു വീണ്ടെടുപ്പിന്റെ പ്രണയകഥ. രൂത്തിന്റെ ആ വിശ്വസ്തതയെ കുറിച്ചാണ് രൂത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. The book of Ruth talks about the faithfulness and devotion of Ruth. രൂത്ത് പറയുന്ന വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്, ഇമ്പോർട്ടൻസ് ആണ്. The words that Ruth say are very important and significant. രൂത്ത് 1:16 വായിക്കുമ്പോൾ, When we read Ruth 1 verse 16, അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. but Ruth replied, "Don't urge me to leave you or to turn back from you." നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇതാണ് രൂത്ത് പറഞ്ഞ വാക്കുകൾ. Where you go, I will go, and where you stay, I will stay. Your people will be my people, and your God, my God. ആ രൂത്തിന്റെ തീരുമാനമാണ് ഒരു വലിയ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്. That decision and commitment of Ruth is what prepared her for a great purpose of God. സ്ത്രീകളുടെ 2 പുസ്തകമാണ് ബൈബിളിലുള്ളത്, ഒന്ന് രൂത്തും മറ്റൊന്ന് എസ്തറും. There are 2 books in the Bible that are named after women. One is Ruth and the other is Esther. രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ളതാണ്. The name Ruth means friend or friendship. ഈ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഉറച്ചു നിന്നതുകൊണ്ട് അവൾക്കൊരു വലിയ പിൻതലമുറയെ കൊണ്ടുവരുവാനും ആ പിൻതലമുറയിലൂടെ യേശുക്രിസ്തുവിന്റെ ജനനം സംഭവിക്കുന്നു. ആ വംശാവലിയിലൂടെ ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി അവകാശികളായി തീരുകയാണ്. Because of Ruth's commitment and faithfulness, she gave birth to a blessed generation, and through that our Savior Lord Jesus Christ was born, and through him me and you have been saved from sin and death and are experiencing this wonderful salvation today. എന്നെ കേൾക്കുന്ന ചില സഹോദരിമാരുടെ ജീവിതത്തിൽ നിങ്ങളുടെ വലിയ പദവിയിലേക്കും ആ ലെഗസി വെളിപ്പെടുത്തുന്ന നിലയിലേക്കും ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. Some of the sisters listening to me, God is going to honor you and bring you to a great place where your generations are going to reveal the purposes of God and the legacy of God. നിങ്ങളുടെ തലമുറകളെ ലോകം അറിയുന്ന ആമേൻ ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പോകുകയാണ്. Your generations are going to be used by God to reveal himself to the people and to redeem his people. രൂത്തിന്റെ തീരുമാനം ഭയങ്കരമായിരുന്നു. The decision of Ruth was a great decision. ഇന്ന് ഇത് കേൾക്കുമ്പോൾ ചില സഹോദരിമാർ ഭയങ്കര ഡിസിഷൻ എടുക്കാൻ പോകും. Today, as some sisters are listening to this message, you are going to take some great decisions. നിങ്ങളുടെ തലമുറ, അടുത്ത തലമുറ, നിങ്ങളുടെ ജനറേഷൻ മൊത്തത്തിൽ ഒരു വലിയ ഉണർവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. Your generation and the coming generations are going to do great things for the coming revival. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ, അവരുടെ മേൽ ആത്മസാന്നിധ്യം പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
Our Lord, I pray for all these children who are listening to this YouTube message right now. Bless them, release your goodness upon them. അവരുടെ ജനറേഷൻ അനുഗ്രഹിക്കപ്പെടട്ടെ. Let their generations be blessed. അവരുടെ കണ്ണുകൊണ്ട് അത് കാണട്ടെ. Let them see that with their eyes. നിങ്ങൾ അത് കാണാൻ പോകും. You are going to see that. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യ്. In the name of Jesus, we bless these people. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus Christ. Amen. നിങ്ങളിലൂടെ ഒരു വലിയ ജനറേഷൻ എഴുന്നേൽക്കാൻ പോകും. Through you, a great generation is going to rise up. Amen.